അടുത്തത് എ ഡി സിയുടെയും ഡി എ സിയുടെയും സ്പെസിഫിക്കേഷൻസ് ആണ്. രണ്ടുമൂന്നെണ്ണമുണ്ട്. റെസൊല്യൂഷൻ ഉണ്ട്, ലീനിയാരിറ്റി ഉണ്ട്, മോണോടോണിസിറ്റി ഉണ്ട്. അതൊക്കെ എന്താണെന്ന് പറയാം. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ വോൾട്ടേജ് എന്ന് പറയും. അതായത് 0 തൊട്ട് 10 വരെയാണ് ഒരു സൈൻ ഇങ്ങനെ പോകുന്നതെങ്കിൽ 0 to 10 അതിനെയാണ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതേ ഡിവൈഡഡ് ബൈ 8 ബിറ്റിൻ്റെ എ ഡി സിയോ ഡാക്കോ ആണെങ്കിൽ ആ n ആണ് 8. 2⁻8 - 1 ഇതാണ് റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ. ഈ റെസൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റെപ്പ് സൈസാണ്. അതായത് ഒരു വട്ടം എത്ര കൂടും എന്നാണ് കിട്ടുന്നത്. അതിന് നമുക്ക് 1 LSB ഇൻക്രിമെൻ്റ് എന്നും പറയാം. ഇതാണ് റെസൊല്യൂഷൻ. ഇനി ലീനിയാരിറ്റിയുടെ മീനിങ് എന്തുവാ? അതായത് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, നമ്മൾ വരയ്ക്കുന്ന വോൾട്ടേജും ഇങ്ങനെ കൂടി തന്നെ വരണം ഈക്വലായിട്ട്. അതായത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടണം. അതിനെയാണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഐഡിയലി സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം, പക്ഷെ നോർമലി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടത്തില്ല. അതുപോലെ തന്നെ ആക്യുറസി എന്ന് വെച്ചാൽ ഇൻപുട്ടുള്ള ബിറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വരുന്നത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ മോണോടോണിസിറ്റി എന്ന് വെച്ചാൽ ഒരു ഡാക്ക് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം. അതാണ് മോണോടോണിസിറ്റി. ചില സമയത്ത് ഇൻപുട്ട് ഇങ്ങനെ ഇത് നോക്കിയേ, ഇത് കണ്ടോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മളുടെ അനലോഗ് വോൾട്ടേജ്. പക്ഷേ ഈ ബിറ്റ് കണ്ടോ, ആദ്യം ഇതായിരുന്നു 000 ആയിരുന്നു, പിന്നെ 001 ആയി, പിന്നെ ഇതിനെക്കാട്ടിലും താഴോട്ടാണ് പോകുന്നത്. ഈ ലൈനിൻ്റെ താഴെയല്ലേ വരുന്നത്. ഇടയ്ക്ക് വെച്ച് ഈ ലൈനിൻ്റെ മുകളിൽ പോകുന്നു, ഇടയ്ക്ക് വെച്ച് താഴെ വരുന്നു. അങ്ങനെ ലൈനിൻ്റെ താഴെ പോകാൻ പാടില്ല. താഴെ പോകുകയാണെങ്കിൽ അത് നോൺ മോണോടോണിക് എന്ന് പറയും. അനലോഗ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് തന്നെ പോകണം, ഈ ലൈനിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം. അതാണ് മോണോടോണിസിറ്റി. ഇനി സെറ്റിലിംഗ് ടൈം എന്ന് വെച്ചാൽ എത്ര സമയമെടുക്കും ഫോർ ദ ഔട്ട്പുട്ട് ടു സെറ്റിൽ. ഔട്ട്പുട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഓരോരോ സ്റ്റെപ്പ് വൈസ് ഇൻക്രീസ് ചെയ്ത് പോകുമല്ലേ. എത്ര സമയം എടുക്കും ഓരോരോ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് സെറ്റിലാകാൻ വേണ്ടിയിട്ട്. അതാണ് സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ ഒരു കൺവെർട്ടറിൽ ടെമ്പറേച്ചറോ അതിൻ്റെ ഏജോ പവർ സപ്ലൈ ഒക്കെ വേരിയേഷൻസ് വരാം. എന്തൊക്കെ വന്നാലും ഈ കാര്യങ്ങളെല്ലാം എത്രത്തോളം ഈ മുന്നേ പറഞ്ഞ ലീനിയാരിറ്റിയും മോണോടോണിസിറ്റിയും ആക്യുറസിയിൽ എത്രത്തോളം അത് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.